ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചുകൂടി ഒന്ന് സമ്പന്നനാകണം എന്നുള്ളത്. അത് തെറ്റുള്ളൊരു കാര്യമല്ല കേട്ടോ, കാരണം ഇന്നത്തെ കാലത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ഇതിൽ കുറേ പേര് സമ്പന്നരാവാറുണ്ട്. അത് ഒന്നല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റേഷൻ അത്രയും പവർഫുൾ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടാവുക. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ സമ്പന്നനാവാൻ പോകുന്നു എന്നുള്ളതിന് നമുക്ക് യൂണിവേഴ്സ് തന്നെ കുറച്ച് സൈനുകൾ തരാറുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് ആ സൈനുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങും എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള വഴക്കം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും, അത് വീട്ടിൽ തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉണ്ടെങ്കിൽ അതും അവർ തന്നു തുടങ്ങും. മീൻസ് നിങ്ങൾക്ക് തരാനുള്ള ആളുകളൊക്കെ തരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ക്യാഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വലിയ രീതിയിലുള്ള എന്ന് പറയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമുക്കതറിയാൻ പറ്റുമല്ലോ. കാരണം കുറേ നാളായിട്ട് കൊടുക്കാൻ പറ്റാണ്ടിരുന്ന ക്യാഷ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുക, അതിനുള്ള ക്യാഷ് പെട്ടെന്ന് റെഡി ആയിട്ട് വരിക, അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് എത്ര ചോദിച്ചിട്ടും തരാതിരുന്ന ആ ഒരാൾ പെട്ടെന്ന് ക്യാഷ് കൊണ്ടുവന്ന് തരിക, അതൊക്കെ മാറ്റങ്ങൾക്ക് ഒരു സൈന് തന്നെയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്നത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല, ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത് ഇപ്പം എൻ്റെ ലൈഫിൽ മാറ്റം വരാനാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കുക അവർക്ക് ക്യാഷ് കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് ഭാഗ്യം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിൻ്റെ പുറകിൽ ഈ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ സമ്പന്നരാവാൻ പോകുന്നു എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ അവസരങ്ങൾ നമുക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരും. പെട്ടെന്നൊരു കോൾ വരിക, അത് ചിലപ്പോൾ കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പലരും ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് നമുക്ക് വരും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള പുതിയ പുതിയ കുറേ ഐഡിയാസ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ സൈന് തന്നെയാണ് നിങ്ങൾ സമ്പന്നരാവാൻ പോകുന്നു. ചെറിയ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളത് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ നമ്മൾ മണ്ടന്മാരും വണ്ടികളുമായി നമ്മൾ പലരും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസും പുതിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിലവിൻ്റെ മേലെ നമുക്ക് ചെറിയ രീതിയിലുള്ള കൺട്രോളൊക്കെ വന്നു തുടങ്ങും. അതായത് നമ്മൾ ഒത്തിരി ചിലവഴിച്ചിരുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഇതെന്തിനാണ് ചിലവാക്കുന്നത്, ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് അത്യാവശ്യമായുള്ള കാര്യമല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിപ്പോൾ ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ തുടങ്ങും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കൺട്രോളിംഗ് ഒക്കെ നമ്മുടെ ചിലവിൻ്റെ മേലെ വരുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു ചിലവാക്കൽ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സേവിങ്സ് കൂടുക ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴും നമ്മളെ സമ്പന്നരാവാൻ പോകുന്നത് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് വർത്ത് ഉയരും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം തോന്നുന്നൊരു കാര്യമുണ്ട്, യെസ് ഞാൻ ഇതിന് അർഹനാണ് എന്നുള്ളത്. ഇതിന് ഞാൻ അർഹനാണ്, പിന്നെ ഞാൻ മടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അത് വരുന്ന സമയത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള മടി ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട്, നമുക്ക് കിട്ടാനുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഒന്ന് കുറയ്ക്കണം, അതിൻ്റെ പ്രൈസ് ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു മടി ഉണ്ടാവില്ല. കാരണം നമ്മൾ വിചാരിക്കുക എന്താ, യെസ് ഞാനിതിന് അർഹനാണ്, സോ എനിക്കതിൻ്റെ പ്രശ്നമേ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ തന്നെ നിങ്ങൾ ആ ഒരു എമൗണ്ട്, അത് എത്രയാണ് എമൗണ്ട് അത് നിങ്ങൾ വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിട്ടുകൊടുക്കില്ല. കാരണം നിങ്ങൾ വിചാരിക്കില്ല ഈ ഒരു എമൗണ്ടിന് അർഹനാണ് ഞാൻ, എനിക്ക് ഈ എമൗണ്ട് കിട്ടണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. അത്തരത്തിൽ എന്തൊരു കാര്യം വരുന്ന സമയത്തും ഞാൻ ഇതിന് അർഹനാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളതാണ്. നിങ്ങൾ കുറേ ആളുകളെ പിന്നീട് മീറ്റ് ചെയ്യാൻ തുടങ്ങും, അവരോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കും.
അതായത് കുറച്ചുകൂടി ക്യാഷ് ഉണ്ടാക്കണം, കുറച്ചുകൂടി ബിസിനസ് ഐഡിയാസ് ഉള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുകയും അവരുമായിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെ നല്ല സൈനുകളാണ് നമ്മളിലും മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ. ഇനി ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റിസ്ക് എടുക്കാനുള്ള മടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇപ്പം ക്യാഷ് നേടാൻ വേണ്ടിയിട്ട് പുതിയ ഐഡിയാസ് വരുവാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിൽക്കും. അപ്പം അതിൽ ഒരു സ്മോൾ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു പേടി ഉണ്ടായിരിക്കില്ല. ചെറിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും കുഴപ്പമില്ല, എനിക്കിത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരും. അത്തരത്തിലുള്ള കോൺഫിഡൻസ് വന്നു തുടങ്ങും. സോ റിസ്ക് എടുക്കാനുള്ള പേടിയൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഗോൾസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഭാവിയിൽ എന്തൊക്കെ നേടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണും, എനിക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, ഇന്ന കാര്യമൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതിനാണ് ക്യാഷ് ചെലവാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് വന്നു തുടങ്ങും. അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ ജേണൽ എഴുതില്ല എന്നുണ്ടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കും. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വരും എന്നുള്ളതാണ്. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് താങ്ക്സ് പറയും, ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഇതൊക്കെ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ സമ്പന്നനാവാനായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. നിങ്ങളിലേക്ക് ക്യാഷ് വരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ സമ്പന്നനാവാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിന്ന് കണക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറേ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിന് പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്